ശ്രീ എ സമ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എ സമ്പത്ത്, ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒപ്പം തന്നെ അന്വേഷണ ഏജൻസികളെയും ഒക്കെ സ്വാധീനിക്കുന്നു, അവരെ ചൊൽപ്പടിക്ക് നിർത്തുന്നു, അവരെ ദുരുപയോഗിക്കുന്നു എന്നതൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്ന വലിയ ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിനെതിരെ, BJP-ക്കെതിരെ. ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിട്ടും നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്നതാണ് കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറയുന്നു. അതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നു. പഴയൊരു ചൊല്ലുണ്ട് തമിഴ് ഭാഷയിൽ, രണ്ടും അണ്ണൻ താൻ ഷെയ്ഖ്റേൻ എന്നത്. ഇവിടെ ഈ തങ്ങൾ ഇരയോടൊപ്പം ഓടുകയാണ് എന്ന ഒരു ധാരണ ഉണ്ടാക്കാനും എന്നാൽ ആ ഇരയെ വേട്ടയാടുന്ന വേട്ടനായായി തന്നെ പ്രവർത്തിക്കാനുമുള്ള ഒരു അപാരമായ സിദ്ധിവിശേഷം തങ്ങൾക്കുണ്ട് എന്നാണ് അവർ ധരിച്ചു വച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം ഞാൻ CPM-ൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പല സുഹൃത്തുക്കൾക്കും ഞാൻ ഇങ്ങനെയേ പറയുള്ളൂ, എൻ്റെ പാർട്ടി ഇങ്ങനെ പറയുള്ളൂ, സംഘപരിവാറിനെ ഇങ്ങനെയാണ് പണ്ടേ അവർ പറയാറുള്ളത്, ഇപ്പോഴും അങ്ങനെയാണ്, ഇവരങ്ങനെ പറയുള്ളൂ എന്നുള്ള നിലയിൽ തന്നെ പറഞ്ഞുകൊള്ളട്ടെ. ഞങ്ങളുടെ നിലപാട് ഒരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ഇവിടെ ഈ കന്യാസ്ത്രീകൾക്ക്, രണ്ട് സഹോദരിമാർക്ക് ജാമ്യം കിട്ടുന്നത് അത് ഇന്ന് കിട്ടിയില്ല, അല്ലെങ്കിൽ നാളെ കിട്ടും, അല്ലെങ്കിൽ അതിങ്ങനെ വൈകുന്നോ, ഇക്കാര്യങ്ങൾ അതിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല. ജാമ്യം എന്തായാലും എപ്പോഴെങ്കിലും ഈ കാര്യത്തിൽ അവർക്ക് അത് ലഭിച്ചേ മതിയാവൂ, അത് ലഭിക്കുകയും ചെയ്യും. യൂണിയൻ ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞ വാക്ക് മുഖവിലേക്ക് എടുക്കാനൊന്നും ഞാൻ ആളല്ല. എന്നോടൊപ്പം ത്രിപുരയിൽ നിന്ന് രാജ്യസഭയിൽ ഉണ്ടായിരുന്നു, ഞാൻ ലോക്സഭയിൽ ഉണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ രാജ്യസഭയിൽ ഉണ്ടായിരുന്നൊരു മാന്യ വനിത, അവരുടെ ഭർത്താവിനെ തീവ്രവാദികൾ അവരുടെ മുന്നിലിട്ട് അർദ്ധരാത്രി വെട്ടി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ജർണാദാസ് എന്നാണ് അവരുടെ പേര്. ത്രിപുരയിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് അന്ന് ഇതേ മനുഷ്യനെ, ഈ യൂണിയൻ ആഭ്യന്തരമന്ത്രിയെ കാണാനായി ഈ വനിതയായ പാർലമെൻ്റ് അംഗം പോയി. അപ്പോൾ അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ച് 1 മിനിറ്റ് പോലും ആകുന്നതിന് മുമ്പ് പറഞ്ഞത്, എന്തേ താങ്കൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർന്നുകൂടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കാണാൻ വന്നത് BJP നേതാവിനെ അല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് കാണാനായിട്ട് വന്നത്. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവർക്ക് പോകേണ്ടതായി വന്നു. ഇവിടെ മതപരിവർത്തനത്തിനെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. എൻ്റെ ഒരു വിനീതമായ ചോദ്യം, കന്യാസ്ത്രീമാർക്ക് മതപരിവർത്തനം നടത്താനായി ഏതെങ്കിലും പള്ളി അധികാരം നൽകിയിട്ടുണ്ടോ? ഇല്ല. അത് പുരോഹിതന്മാർക്കാണ് ഈ അധികാരം നൽകിയിട്ടുള്ളത്. ഇനി ഈ മതപരിവർത്തനം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമം എൻ്റെ അറിവിൽ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ പലപ്പോഴായി പാസ്സാക്കിയിട്ടുണ്ടത്രേ, നടപ്പിൽ വരുത്തിയിട്ടുണ്ടത്രേ. ഏത് കോടതിയിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു മതപുരോഹിതനെ, ഇത്തരത്തിൽ ഒരു ക്രിസ്തീയ പുരോഹിതനെ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചതായി ചൂണ്ടിക്കാണിച്ചു തരാമോ? ഈ കന്യാസ്ത്രീമാരുടെ മേലെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം എന്താണ്? നിലവിലുള്ള IPCക്ക് പകരം വന്നുള്ള ഭാരതീയ ന്യായ സംഹിത BNS-ൻ്റെ സെക്ഷൻ 143. ഇത് ഈ മനുഷ്യക്കടത്തും 1968 മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 4. ഇതാണ് ഇവരുടെ മേലെ ചുമത്തപ്പെട്ടിട്ടുള്ള കുറ്റം. എന്താണ് മനുഷ്യക്കടത്ത്? മനുഷ്യക്കടത്ത് മലയാള പരിഭാഷയിൽ പറഞ്ഞാൽ ആ നിയമമനുസരിച്ച് മനുഷ്യരെ ചൂഷണം ചെയ്യുന്നതിനായി ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ തട്ടിക്കൊണ്ടുപോകലിലൂടെയോ ചതിയിലൂടെയോ അധികാര ദുർവിനിയോഗത്തിലൂടെയോ പ്രലോഭനത്തിലൂടെയോ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ റിക്രൂട്ട് ചെയ്യുക, കൊണ്ടുപോവുക, കൈമാറുക, ഒളിപ്പിക്കുക, അഭയം നൽകുക, സ്വീകരിക്കുക എന്നതാണ് മനുഷ്യക്കടത്തിൻ്റെ നിർവചനം. പ്രലോഭനം എന്നതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ നിർവചനം എന്താണ്? ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുമ്പോൾ അയാളുടെ സമ്മതം തേടുന്നതിനായി പണമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മനുഷ്യക്കടത്ത് എന്നുള്ള നിലയിലേക്ക് 7 വർഷത്തിൽ കുറയാത്ത ശിക്ഷയാണുള്ളത്. ഇവിടെ വാസ്തവത്തിൽ ഈ സംഘപരിവാറിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. കിനാവള്ളിയുടെ ഒരു കരം ചെയ്യുന്നത് മറ്റൊരു കരം അറിയേണ്ടതില്ല എന്നതാണ്. തലച്ചോറ് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇവിടെ നടന്നിട്ടുള്ളതായിട്ടുള്ള അക്രമ സംഭവങ്ങളടക്കം കലബുർഗിയുടെ, ധബോൾക്കറുടെ, ഗൗരി ലങ്കേഷിൻ്റെ വധത്തെ സംബന്ധിച്ച് BJP എന്തെങ്കിലും ഓൺ ചെയ്തിട്ടുണ്ടോ? അല്ല, ഈ തിരഞ്ഞെടുക്കുന്ന ചില ദിവസങ്ങൾ ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം. നമ്മൾ 5 പേരുണ്ടല്ലോ. ഈ ഡിസംബർ 6-നെ കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ ചർച്ച നടത്തുമല്ലോ നമ്മളല്ലേ? അപ്പോൾ ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഡിസംബർ 6-ൻ്റെ ഒരു ചർച്ച നടത്തുമ്പോഴത്തേക്ക് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിനെപ്പറ്റി മാത്രമാണല്ലോ നമ്മൾ പറയുക. ഡിസംബർ 6 അത് തകർക്കാനായി തിരഞ്ഞെടുത്തതിനൊരു പ്രത്യേകതയുണ്ട് എന്ന കാര്യം കൂടി ചങ്ങാതിമാർ മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഇന്ത്യയുടെ ഭരണഘടന എഴുതിയുണ്ടാക്കാനായി നിയോഗിക്കപ്പെട്ടതായ സമിതിയുടെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ ചരമദിനമാണ് ഡിസംബർ 6 എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കന്യാസ്ത്രീമാർ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്നറിയോ? അതും ഒരു സന്ദേശം നൽകുകയാണ്. അത്
വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട അൽഫോൺസാമ്മയുടെ തിരുനാൾ ദിവസമാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഓരോന്നും ഓരോ അടയാളമാണ്. ആ അടയാളങ്ങൾ ഓരോ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടു പഠിച്ചുകൊള്ളുക, നിങ്ങളെ ഞങ്ങൾ അനുസരിപ്പിക്കുമെന്നുള്ളതാണ്. ഘർ വാപ്പസി എന്നുള്ളതാണ് അവർ പറയുന്നത്. എല്ലാവരും തിരിച്ചു വന്നുകൊള്ളുക, എല്ലാവരും തിരിച്ചു വന്നുകൊള്ളുക. ഞങ്ങൾ നിങ്ങളെയെല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ വിവിധ കരങ്ങളിലേക്ക് ചെങ്ങന്നൂരിൽ ഒരു ഘർ വാപ്പസി നടന്നിരുന്നു. നമ്മളത് ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. അനിൽ വിളയൂരിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ്